friends, today my mommy is going to make pink palada. അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. പാലട ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങള്: അട, റൈസ് അട. ഇത് പാലടയ്ക്ക് എടുക്കുന്ന അട എപ്പോഴും ചെറിയ പീസ് ആയിരിക്കും. അത് റൈസിന്റെ അടയായിരിക്കും. അതേസമയം അടപ്രഥമൻ ഉണ്ടാക്കാൻ വാങ്ങിക്കുന്ന അട നമുക്ക് വലിയ അടയായിട്ടാണ് കിട്ടുന്നത്. അത് വീതി നീളമൊക്കെ ഉണ്ടാവും. അത് നമ്മൾ പീസായി നുറുക്കിയതിന് ശേഷമാണ് അത് യൂസ് ചെയ്യുക. അപ്പോൾ പാലടയുടെ അട എപ്പോഴും ഇതുപോലത്തെ വൈറ്റ് കളറിലിരിക്കുന്ന കുഞ്ഞായിട്ടുള്ള അടയായിരിക്കും. അപ്പൊ ഇത് 200 ഗ്രാം. പഞ്ചസാര നിങ്ങൾ ഇട്ട് നോക്കിയിട്ട് ആവശ്യമനുസരിച്ച് കൂട്ടി കൊടുത്താൽ മതി. 3 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്ക്. വെള്ളം, അട വേവിക്കാൻ ആവശ്യമായ വെള്ളം വേറെ വേണം. പാലിൽ ഒഴിക്കാനുള്ള വെള്ളത്തിന്റെ അളവാണ് ഇപ്പോൾ പറയുന്നത് 1/2 ലിറ്റർ. 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1 നുള്ള് ഉപ്പ്. ഇപ്പൊ ഒരു കുക്കർ എടുത്തിട്ട് ഞാൻ ഇതിലോട്ട് 3 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളവും 5 സ്പൂൺ പഞ്ചസാരയാണ് ഇതിൽ ഇട്ടിരിക്കുന്നത്. എന്നിട്ടിത് തിളയ്ക്കാൻ അനുവദിക്കണം. തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മളിത് മൂടി വെക്കേണ്ടത്. അതായത് ഈ പായസത്തിൽ ഇപ്പോൾ പിങ്ക് ഷെയ്ഡ് ആവാന്ന് ഞാൻ പറഞ്ഞില്ലേ, പിങ്ക് ഷെയ്ഡ് ആവുന്നതിന്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് നമ്മൾ ഈ അടച്ചു വെക്കുന്നത്. അപ്പം അടച്ചു വെക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ഒരിക്കലും ഒരു തരി പോലെ ആവി പുറത്തോട്ട് പോകാൻ പാടില്ല. അപ്പൊ കുക്കർ നല്ല ടൈറ്റ് ആയിരിക്കണം അടയ്ക്കുമ്പോൾ. അതായത് വാഷർ നല്ല പുതിയ ടൈറ്റ് ആയിട്ടുള്ള വാഷർ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എൻ്റെ ബ്ലോഗിൽ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പലരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നന്നായി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ചിലവർക്ക് ഈ പിങ്ക് നിറം വന്നില്ല എന്നൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അതിന്റെ മെയിൻ റീസൺ ഇതാണ്, ആ കുക്കർ അവരുടെ ടൈറ്റ് ആയിട്ടുണ്ടാവില്ലേ. അപ്പൊ പുറത്തേക്ക് ആവി വരുമ്പോൾ നമുക്ക് ആ പിങ്ക് ഷെയ്ഡ് കിട്ടില്ല. അതുകൊണ്ട് കുക്കർ എപ്പോഴും ടൈറ്റ് ആയിട്ടുള്ള കുക്കർ നോക്കി ചൂസ് ചെയ്യാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഈ പാലട ഉണ്ടാക്കുമ്പോൾ. എന്നാൽ മാത്രമേ ഞാൻ പറയുന്ന പോലെ ഈ പിങ്ക് ഷെയ്ഡ് നിങ്ങൾക്ക് വരുള്ളൂ. പഞ്ചസാരയുടെ അളവ് ഞാൻ കറക്റ്റ് ആയിട്ട് പറയുന്നില്ല. ഞാൻ എത്ര 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ടേസ്റ്റ് നോക്കി ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ചിലവർക്ക് പായസത്തിൽ നല്ലവണ്ണം മധുരം ഇഷ്ടമുണ്ടാവും. അതേസമയം എനിക്കൊക്കെ അത്ര മധുരം ഇഷ്ടമില്ല പായസം കുടിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് മട്ടിപ്പ് വരും. അതായത് പെട്ടെന്ന് മതി എന്നുള്ള തോന്നലുണ്ടാവും അധികം പഞ്ചസാര ആയിട്ടുള്ള പായസം കുടിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഞാനൊരു മീഡിയം രീതിയിലെ പഞ്ചസാര എപ്പോഴും ഇടാറുള്ളൂ. അപ്പോൾ പഞ്ചസാരയുടെ അളവ് എപ്പോഴും നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നോക്കണം. നമ്മുടെ പാല് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം, ഇതിപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ പാല് കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇനി ഇത് ചെറുതാക്കുക. നിങ്ങളുടെ ഗ്യാസിന്റെ ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്നത് ഏറ്റവും ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം കുക്കർ അടയ്ക്കുക. കുക്കർ അടച്ചിട്ട് ഇത് 1 മണിക്കൂറോളം ചെറിയ തീയിൽ കിടന്ന് വേവണം. 1 മണിക്കൂറിന് ശേഷം തീ ഓഫ് ചെയ്യുക. ചില സമയത്ത് ചില കുക്കറിൽ നിന്ന് വിസിൽ വരാം. അത് പ്രശ്നമാക്കണ്ട. 1 വിസിൽ മാത്രം വരാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് അതായത് 1 മണിക്കൂറെങ്കിലും ഇത് കിടന്ന് വെവണം. ചെറിയ ഫ്ലെയിമിൽ, മറക്കരുത്. വലിയ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വെന്ത് പുറത്തോട്ട് ചാടും. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഈ അപ്പുറത്തേക്ക് മാറ്റി വെച്ചാലും കുഴപ്പമില്ല. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മണിക്കൂറോളം 1-1.25 മണിക്കൂറോളം ഇത് വെന്തതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ നമ്മുടെ പാല് അപ്പുറത്തെ അടുപ്പത്തോട്ട് ഞാൻ മാറ്റി, എന്നിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അട നമ്മൾ നന്നായി 3-4 പ്രാവശ്യം കഴുകുക. അതിൽ അഴുക്കുണ്ടാവും. അപ്പോൾ അഴുക്ക് കളഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് കഴുകി ഈ വെള്ളം തിളയ്ക്കുമ്പോൾ വെള്ളത്തിലോട്ട് ഇട്ട് വേവിക്കാൻ വെക്കണം. അപ്പോൾ ഇത് വെള്ളം തിളക്കട്ടെ. നമ്മുടെ വെള്ളം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന അട ഇട്ട് കൊടുക്കുക. അപ്പം ഇത് നന്നായി വേവണം. കുറച്ച് സമയം പിടിക്കരുത്. അപ്പം ഇടയ്ക്കൊന്ന് നോക്കുക, ചെക്ക് ചെയ്യുക. നന്നായി കൈകൊണ്ട് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നന്നായി ഉടയണം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പായസത്തിലിടുമ്പോൾ പാലിലിടുമ്പോൾ അത് മൂരച്ചു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായി വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് എടുക്കാൻ പാടുള്ളൂ. പിന്നെ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ അത് കിടന്ന് വേവട്ടെ. ഇത് വെന്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. ഇത് പ്രസ് ആവുന്നുണ്ട്, എന്നാലും ചെറിയൊരു കനം ഉള്ള പോലെ ഉണ്ട്. നന്നായി സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഉള്ളിലോട്ട് പോകണം. അതാണ് നമ്മളുടെ പരുവം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാലിലിടുമ്പോൾ ഒരു കട്ടിയിൽ കിടക്കുന്നത്. അപ്പോൾ ഇതൊരു 5 മിനിറ്റും കൂടെ വേവാനുള്ള വെവുണ്ട്. ഇനി വെവണം. 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. വേവിക്കുന്ന സമയത്തും വെള്ളം ഇതിൽ കുറച്ച് അധികം വേണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കിടന്ന് കണ്ടിട്ട് അത് കുറുകിയ പോലത്തെ ഒരു അവസ്ഥ വരും. അതുകൊണ്ട് കുറച്ച് വെള്ളം, ഇതിന്റെ ഒരു 3/4 ഭാഗം ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഈ പാത്രം 200 ഗ്രാം അട ഇട്ടപ്പോൾ. അപ്പൊ ഈ അട അത്ര നല്ലതല്ലാന്ന് തോന്നുന്നു. കാരണം ഈ സമയം കൊണ്ട് സാധാരണ നല്ല അടയാണെങ്കിൽ നന്നായിട്ട് വെന്ത് വരേണ്ട സമയം കഴിഞ്ഞു. ഇത് കൊണ്ടുപോയി കുറച്ച് വലിയ അടയും കൂടിയാണ്. അപ്പൊ ഇതിനേക്കാളും ചെറിയ അട കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നാട്ടിൽ നിന്ന് ഞാൻ എപ്പോഴും സൂരജ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് വാങ്ങിക്കുന്നത്. എപ്പോഴും നല്ല അടയായിട്ട് എനിക്ക് തോന്നിയിട്ടു. ഇവിടെ ഞാനിപ്പോൾ ഫെയർ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇവിടെ അപൂർവമായിട്ട് നല്ല അടയൊക്കെ കിട്ടാറുള്ളൂ. സദ്യയിൽ കണ്ടില്ലേ വളരെ ചെറുതായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ വേവിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയണേ. വെന്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഇച്ചിരി നെയ്യിൽ 1 ടേബിൾ സ്പൂൺ നെയ്യിലിട്ടൊന്ന് വഴറ്റുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഉടയും അത്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറും. അപ്പോൾ നമ്മൾക്ക് വെന്തോന്ന് അറിയാൻ വേണ്ടി കണ്ടതാണ്. ഇത് പ്രസ് ചെയ്തപ്പോൾ കണ്ടോ ജസ്റ്റ് അങ്ങനെ അമുങ്ങിപ്പോയി. ഇതാണ് നമ്മളിതിൻ്റെ പരുവം. അത് നമുക്ക് അരിപ്പയിലോട്ട് അരിച്ചു കൊടുക്കാം. നമ്മൾ ഇനി ഇതിൻ്റെ മേലെ കൂടെ വെള്ളം തുറന്നിട്ട് കൊടുക്കാം. അപ്പോൾ ഈ എൻ്റെ അരിപ്പോ ചെറിയ ഓട്ടകളാണ്, അതുകൊണ്ട് പിന്നെ പുറത്തേക്കൊന്നും പോകില്ല.
അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് വെള്ളം തുറന്നിട്ട് കൊടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പശപശപ്പ് ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആ പശപശപ്പ് ഒന്ന് മാറിക്കിട്ടും. ഇതുപോലെ ഇങ്ങനെ തനിയെ പച്ചവെള്ളം ഇങ്ങനെ മലക്കൂടെ ഒഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നെയ്യിൽ വഴറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ കുഴഞ്ഞിരിക്കും. അതുപോലെ തന്നെ പായസം ആകെ ഭയങ്കര കട്ടിയായിട്ടിരിക്കും. ഇത് കുറച്ച് നേരം ഒന്ന് ഇതിൻ്റെ വെള്ളം വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കണം. നമ്മൾ പാല് വെവുന്ന സമയം കൊണ്ട് ഇനി നമ്മൾ അട വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അവിടെ പാലാൻ വേണ്ടിയിട്ട്, ആ അട ഒന്ന് വഴറ്റിയെടുക്കാം. ശരിക്കുള്ള പാലിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് വറ്റിച്ച് അടയിട്ടിട്ടെടുക്കുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് സമയം ഒരുപാട് ചിലവഴിക്കാൻ നമുക്ക് വീട്ടമ്മമാർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈസി വേയിൽ നമ്മളിത് ഈ പാലട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരുപാട് നെയ്യ് ഒഴിക്കാൻ പാടില്ല. അപ്പോൾ പാലടയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. പായസമെന്ന് വെച്ചിട്ട് പാലട എന്ന് പറഞ്ഞ പായസത്തിൽ നമ്മൾ അധികം നെയ്യ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിക്കുന്നത് തന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അത് പക്ഷേ ഈ പായസത്തിൻ്റെ ടേസ്റ്റിനെയും സ്മെല്ലിനെ അത് എഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കും. ഞാൻ 3 ലിറ്റർ പായസം ഉള്ളൂ, പക്ഷേ ഞാൻ എപ്പോഴും വലിയൊരു പാത്രം എടുക്കും. എന്നാലേ അതിനുള്ള വിസ്താരമൊക്കെ ഉണ്ടെങ്കിൽ അതിന് സുഖമായിട്ട് കിടന്ന് വറ്റാൻ എളുപ്പമായിരിക്കും. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വാലാൻ വച്ചിരിക്കുന്ന അടയിലിട്ടിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ അതിലൊരു 5-6 ടേബിൾ സ്പൂണാണ് നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലൊരു കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര ഇട്ടൊന്ന് വഴറ്റി നോക്കുക. പിന്നെ അത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പഞ്ചസാര പോരായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് പഞ്ചസാര ഇടാൻ പാടില്ല ഒരിക്കലും. കാരണം നമുക്ക് പാലിൽ മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടി ചേരുമ്പോൾ തന്നെ പഞ്ചസാരയുടെ അളവ് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ എല്ലാ പഞ്ചസാരയും കൂടി എടുത്തിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ പായസത്തിൻ്റെ മധുരം കൂടും. അതുകൊണ്ട് നോക്കിയിട്ട് ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കുക്കറിൽ എപ്പോഴും വെയിറ്റ് വെച്ചിട്ട് വേണം വിടാൻ, അത് മറക്കരുത്. ഇപ്പോൾ അത് അരമണിക്കൂറായി കാണും വേവിക്കാൻ വെച്ചിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നമ്മുടെ ഈ 1 ടേബിൾ സ്പൂൺ നെയ്യിൽ ഈ അട കിടന്നിട്ട് ഒരു 10 മിനിറ്റോളം നമ്മൾ വഴറ്റുക. എനിക്ക് ഈ റെസിപ്പി കിട്ടിയത് ഞാൻ അബുദാബിയിൽ അച്ഛൻ്റെ ഒരു കസിൻ നാദപ്പാപ്പൻ്റെ വീട്ടിൽ പോയപ്പോൾ മേമ ഉണ്ടാക്കി തന്നത് കുടിച്ചപ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഈസി റെസിപ്പി ഇങ്ങനെ വീട്ടിലുണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായത്. അപ്പോൾ മേമയുടെ അടുത്തുനിന്ന് റെസിപ്പി വാങ്ങിച്ചു. മൃദുല മേമ, താങ്ക് യു സോ മച്ച്. ഒരുപാട് പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു പായസമാണത്. അപ്പോൾ ഇത്ര എളുപ്പമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പായസം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അതായത് പിങ്ക് കളർ വരാൻ ഒരുപാട് പേര് കണഞ്ഞ് പരിശ്രമിക്കാറുണ്ട്, പക്ഷെ അത് വരാറില്ല. അപ്പോൾ ഇതിൽ എളുപ്പമായിട്ട് നമുക്കിതിൽ പിങ്ക് കളർ വരുത്താനും പറ്റും. അതേപോലെ തന്നെ മറ്റേ നമ്മുടെ സദ്യയിൽ കിട്ടുന്ന പായസമായിട്ട് നിങ്ങളിത് ഒരിക്കലും കമ്പയർ ചെയ്യരുത് കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓത്തൻറ്റിക്കായിട്ട് അവർ 4-5 മണിക്കൂർ ഉരുളിയിലിട്ട് ഇളക്കി പായസം എന്താ പറയുക ഇളക്കി അത് വറ്റിച്ചുണ്ടാക്കുന്ന പായസം, അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന പാലട. അല്ലാതെ ആ ടേസ്റ്റ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ട് ഇത് ഒരിക്കലും ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ പിന്നെ അയ്യോ ആ പാലടയുടെ ടേസ്റ്റ് അല്ലല്ലോ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ മുൻകൂർ ജാമ്യം എടുക്കണം. പക്ഷേ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്ന് തന്നെ എൻ്റെ അഭിപ്രായം. കാരണം ഞാനിവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുണ്ട്, എൻ്റെ കസ്റ്റമർക്ക് കൊടുക്കാറുണ്ട്. എൻ്റെ ബ്ലോഗ് നോക്കിയിട്ട് എൻ്റെ റീഡേഴ്സും ഒക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണിത്. വളരെ എളുപ്പമല്ലേ ഇത്, കാര്യമായിട്ടൊന്നും ഇല്ല. ആ പാല് വെന്ത് പിങ്ക് കളറാവുന്നൊരു സമയം മാത്രമേ ഉള്ളൂ നമുക്ക്. നമ്മൾ അതിലക്കണ്ട ആവശ്യമൊന്നുമില്ല. അതവിടെ ഇട്ടിട്ട് നമുക്ക് നമ്മളെ ജോലി ചെയ്യാം. ഇതിലോട്ട് കുറച്ചും കൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇടണ്ട, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഒരല്പം ഉപ്പ്, എപ്പോഴും നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ ഒരു നുള്ളു ഉപ്പിടാൻ മറക്കരുത്. അപ്പോഴാണ് നമ്മുടെ പായസത്തിൻ്റെ ആ മധുരം ബാലൻസ്ഡ് ആയി കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെ നമുക്ക് ഫീൽ ചെയ്യും പായസം കുടിക്കും. ഒരു നുള്ളുപ്പ്, ഒരുപാട് ഉപ്പല്ല, ഒരു നുള്ളുപ്പ് ഒന്ന് വഴറ്റി കൊടുക്കുക. നിങ്ങൾ എത്ര പേരുണ്ടാക്കിയിട്ട് എനിക്ക് ഫോട്ടോ അയച്ചിട്ട് ഞാൻ നോക്കട്ടെ കേട്ടോ. വിഷു അല്ലേ വരുന്നത്, അപ്പോൾ വിഷുവിന് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. എൻ്റെ ബ്ലോഗിൽ പിന്നെ ഒരുപാട് പായസത്തിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബ്ലോഗ് പോയി നോക്കാം. curryworld.wordpress.com. പായസെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ അടയുടെ ഒക്കെ ഒരു പച്ചമണം ഉണ്ടല്ലോ, ഒരു പച്ചച്ചൊവ്വ, അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ നെയ്യിലും പഞ്ചസാരയിലും ഇട്ടത് വഴറ്റുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇത് മതി. പാല് വെന്തിട്ട് ഇത് ചെയ്താലും മതി. അപ്പോൾ പിന്നെ അപ്പം തന്നെ ഇതിലോട്ട് ഒഴിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചൊന്നും മാത്രമേ ഉള്ളൂ. ആദ്യം മറ്റേത് രീതി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് നേരത്തെ ചെയ്തതെന്ന് മാത്രം കേട്ടോ. അല്ലാന്ന് വെച്ചാൽ നിങ്ങളത് പാലായതിനു ശേഷം, പാല് പിങ്ക് കളർ ആയതിനു ശേഷം ഇത് ചെയ്തിട്ട് അങ്ങനെ അതിലോട്ട് അരിച്ചൊഴിച്ചാൽ മതി. പാല് തിളപ്പിച്ച പാല് അടച്ച് വേവിച്ചു 1 മണിക്കൂർ. അതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പം അതിന് ശേഷം 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പം മൊത്തം 2 മണിക്കൂർ. അപ്പോൾ നമ്മൾ ഈ പാലിന് വേണ്ടി ചിലവഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള പണി ചെയ്യുക. അപ്പോൾ ഇത് ഇപ്പം നോക്കുമ്പോൾ അതിൻ്റെ ഇതൊക്കെ പോയിട്ടുണ്ട്, വിസിലൊക്കെ പോയി, അത് കൂളായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തുറന്ന് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ കളർ, പിങ്ക് കളർ ആയിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ടോ, ക്യാമറയിൽ അത്ര അറിയുന്നില്ല, പക്ഷെ നല്ല പിങ്ക് കളർ ആയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക്
ഒന്ന് അരിച്ചിട്ട് നമ്മുടെ വരട്ടി വെച്ചിരിക്കുന്ന അടയുടെ കൂടെ ചേർക്കാം. നമുക്കത് അതിൻ്റെ പാലിൻ്റെ മീതെ കുറച്ച് പാട പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് അരിച്ചിട്ട് ഒഴിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് പാലിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാ പാലും ഒരുമിച്ച് ഒഴിക്കും. അപ്പോൾ ഇതുപോലെ ഒരു കപ്പ് എടുത്തിട്ട് പാലേക്ക് ഒഴിച്ചാൽ മതി. അപ്പോൾ ഈ പാടകളൊന്നും ഇതിൽ പെടില്ല. പിന്നെ ആരും ഇതുപോലെ ട്രൈ ചെയ്തിട്ട് പാല് പിരിഞ്ഞു എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് പിരിഞ്ഞത്. പക്ഷെ എൻ്റെ പാലൊന്നും ഇതുവരെ പിരിഞ്ഞിട്ടില്ല. അപ്പോൾ ആ പാലിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ പാത്രത്തിൻ്റെ പ്രശ്നമോ, ഈ പാത്രമൊക്കെ കഴുകുമ്പോൾ അതിൽ ചെറുനാരങ്ങയുടെ വിനീഗറോ അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ സോപ്പിൻ്റെ ഇതൊക്കെ തട്ടി കഴിഞ്ഞാൽ പാല് പിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കുള്ളൂ, അല്ലാണ്ട് പാല് പിരിയാൻ ഒരു വഴിയില്ല. പാലും നമ്മൾ അടയും കൂടെ ഒന്ന് കിടന്നിട്ട് ഒരു 10-15 മിനിറ്റോളം ഒന്ന് തിളച്ച് യോജിക്കണം. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ പാലിലുള്ള പഞ്ചസാരയുടെ ടേസ്റ്റ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് എക്സ്ട്രാ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇളക്കിയിട്ട് ഇതിലിപ്പോൾ കട്ടയൊന്നും ഇല്ല എല്ലാം അപ്പം ഇങ്ങനത്തെ ചെറിയ കട്ടകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഈ ഫോർക്ക് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് തനിയായിക്കോട്ടും. ഇതൊരു കുറച്ച് നേരം ഒന്ന് തിളക്കട്ടെ. ഇതിലെനിക്ക് 1 ടേബിൾ സ്പൂണും കൂടെ ഞാൻ പഞ്ചസാര ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇതേപോലെ തന്നെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിനുള്ളിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല, ഇതൊന്ന് കുറുക്കി എടുക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ സാധാരണ പാലടയിൽ അങ്ങനെ തന്നെ ചെയ്യാറ്, വേറെ പൊടികളൊന്നും ഇടുന്നില്ല. മറ്റുള്ള പായസത്തിൽ ഇടുന്ന പോലെ ചുക്കുപൊടി ഏലക്കപ്പൊടി ഒന്നും ഞാനിതിൽ ചേർക്കുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് രണ്ടും കൂടിയിട്ടുള്ള മിക്സ് ചെയ്തിരുന്ന ഒരു പരിവാകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിളച്ച് നന്നായി യോജിക്കുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. നമ്മുടെ പായസം ഇതാ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് നമ്മൾ 3 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇനി തിളച്ച് പായസം നന്നായി ഇച്ചിരിയെങ്കിലും കുറുകി എല്ലാം കൂടി മിക്സായിട്ട് വരുള്ളൂ. അപ്പോൾ അതിന് ശേഷമുള്ള സ്റ്റേജ് ഞാൻ കാണിക്കാം. അതിനെക്കുറിച്ച് സമയം എടുക്കും. പക്ഷേ മുകളിൽ വരുന്ന പാട നമുക്കൊന്ന് ലാസ്റ്റ് ഒന്ന് അരിച്ച് ഒഴിച്ചാൽ മതിയാവും, പ്രശ്നമൊന്നുമില്ല. ഇപ്പം നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. 1/2 മണിക്കൂറോളം ഞാനിത് വറ്റിച്ചു. അപ്പോൾ കൺസിസ്റ്റൻസി മീഡിയം കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അതിൻ്റെ തിക്നെസ് കൂട്ടിയും കുറച്ചും എടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ വറ്റണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരം അധികം തിളപ്പിക്കുക. നമ്മൾ ഈ പാല് സാധനം ഈ അടയിൽ കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ താഴെ പിടിക്കും. അപ്പോൾ ഇതിൻ്റെ കളർ ഇപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല. അടുക്കളയിൽ നമ്മൾ ക്യാമറയിൽ പിടിക്കുമ്പോൾ അറിയുന്നില്ല. അത്ര ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കളർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ എളുപ്പമാണ്. ഈ റെസിപ്പി ഞാൻ എൻ്റെ കറി വേൾഡ് ബ്ലോഗിന്റെ ഫോളോവർ ചിന്നു എന്ന് പറഞ്ഞ കുട്ടിയാണ്. ചിന്നുവിന്റെ കല്യാണമാണ് ഏപ്രില്. അപ്പൊ ചിന്നു പായസം ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയായില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനിത് ഉണ്ടാക്കി കാണിക്കുകയാണ്. ഈ പായസം ഞാൻ ചിന്നുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വിഷ് യു എ വെരി ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പോൾ നമുക്ക് ഇതിന്റെ തണുത്ത് കഴിഞ്ഞിട്ടുള്ള ഇത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ പാലട കണ്ടോ, പിങ്ക് ഷെയ്ഡിലുള്ള പാലടയാണ്. അപ്പം എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പം എല്ലാവരും ഈ വിഷുവിന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.